വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ആരോഗ്യകരമാണെന്നാണ് നമ്മളെല്ലാം കരുതുന്നത്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും രോഗങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും അനാരോഗ്യകരമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ICMR അടുത്തിടെ പുറത്തിറക്കിയ 17 മാർഗനിർദ്ദേശങ്ങളിലാണ് വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. ഉയർന്ന അളവിൽ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പും ചേർത്ത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പലവിധ രോഗങ്ങളെയും വിളിച്ചു വരുത്തുന്നു. ഈ ചേരുവകൾ അമിതമായി ചേർക്കുന്നത് പലപ്പോഴും അമിതവണ്ണം പോലുള്ള രോഗാവസ്ഥയിലേക്ക് നയിക്കും. ഈ ഭക്ഷണങ്ങളിൽ പോഷകങ്ങളുടെ അളവ് വളരെ കുറവും കലോറിയുടെ അളവ് വളരെ കൂടുതലുമായിരിക്കും. കൂടാതെ ഭക്ഷണങ്ങളിൽ അമിതമായ ഉപ്പ് ചേർക്കുന്നത് ഹൈപ്പർ ടെൻഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും വൃക്കകളെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ഇത് പലവിധ രോഗങ്ങളെയും വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്നും ICMR മുന്നറിയിപ്പ് നൽകുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നിവ കുറവുള്ള ഭക്ഷണക്രമം അനീമിയ പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കും. ഇത് ഓർമ്മയെയും പഠനശേഷിയെയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിന്റെ പരമാവധി അളവ് 5 ഗ്രാമിലും പഞ്ചസാരയുടെ അളവ് 25 ഗ്രാമിലും കൂടരുതെന്നും ICMR മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചായ, കാപ്പി എന്നിവ ഉപയോഗിക്കുന്നതിൽ മിതത്വം പാലിക്കണമെന്ന നിർദ്ദേശവും ICMR മുന്നോട്ട് വച്ചിരുന്നു. കാപ്പിയിലും ചായയിലും അടങ്ങിയ കഫെയിൻ കേന്ദ്ര നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ഇത് മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുമെന്നുമാണ് ICMR ഗവേഷകർ പറയുന്നത്. ഭക്ഷണത്തിന് ചുരുങ്ങിയത് 1 മണിക്കൂർ മുമ്പോ ശേഷമോ ചായയും കാപ്പിയും കഴിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഇവയിൽ അടങ്ങിയ ഡാനിൻ ശരീരത്തിനു വേണ്ട ഇരുമ്പ് ആഗിരണം കുറക്കും. ഇത് അയൺ കുറവിനും അനീമിയ പോലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അമിതമായ കാപ്പി ഉപയോഗം ബ്ലഡ് പ്രഷർ ഉയരുന്നതിനും ഹൃദയ സംബന്ധമായ പ്രശ്നത്തിന് ഇടയാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മീനുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് വിദഗ്ധരുടെ ശുപാർശ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.